നമസ്കാരം. 6 മണിക്കൂറിനോടടുക്കുന്നു ഏറെ ദുഷ്കരവും ശ്രമകരവുമായ രക്ഷാദൗത്യം തുടങ്ങിയിട്ട്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ മാരായമുട്ടം സ്വദേശി ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഏതാണ്ട് വിഫലമായി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. രാവിലെ 10 മണിക്കാണ് ജോയ് ഒഴുക്കിൽപ്പെട്ടത്. തോട്ടിലെ മാലിന്യ കൂമ്പാരമാണ് രക്ഷാപ്രവർത്തനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇപ്പോഴും തുടരുന്നത്. ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം അടക്കം തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. JCB എത്തിച്ചാണ് മാലിന്യം നീക്കിയത്. ഇപ്പോഴും സ്ലാബിനടിയിലേക്ക് നീന്തി കയറാൻ അല്ലെങ്കിൽ അവിടെ പോയി കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കാൻ സ്കൂബ ഡൈവേഴ്സിന് പോലും ഏറെ പ്രയാസപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഈ മാലിന്യ കൂമ്പാരത്തിൽ എവിടെയെങ്കിലും ജോയിയുടെ ശരീരം കുടുങ്ങിക്കിടക്കുന്നുണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്താണ് ജോയിക്ക് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകളും അനിശ്ചിതത്വവും നിറഞ്ഞു നിൽക്കുകയാണ്. ജീവനോടെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ജോയിക്ക് മുന്നിൽ സാധ്യതകളുണ്ടോ എന്ന കാര്യത്തിൽ അതിൽ സംശയങ്ങൾ നിലനിൽക്കുന്നു. ഏതായാലും എന്ത് സംഭവിച്ചു ജോയിക്ക് എന്നതിനുള്ള ഒരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. വലിയ ശ്രമകരമായ ദുഷ്കരമായ ദൗത്യം ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. 6 മണിക്കൂറിനോട് അടുക്കുമ്പോഴും ജോയിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. സംഭവ സ്ഥലത്ത് നിന്ന് ഷഫീദ് റാവുത്തർ നേരത്തെ രാവിലെ മുതൽ തന്നെ നമ്മളോടൊപ്പം ഉണ്ട്, വിവരങ്ങൾ നൽകിക്കൊണ്ട്. രാവിലെ മുതൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾ, അതിനെ തുടർന്ന് ഇപ്പോഴും തിരച്ചിൽ നടത്തുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ഷഫീദിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. തിരുവനന്തപുരം നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഗായത്രി ബാബു, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ MR ഗോപൻ, കോൺഗ്രസ് കൗൺസിലർ ശ്രീ ആക്കുളം സുരേഷ്, അതോടൊപ്പം തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ശ്രീ SN രഘുചന്ദ്രൻ നായർ എന്നിവരും ഇന്ന് നമ്മളോടൊപ്പം ഈ വൈകുന്നേരമുണ്ട്. തലസ്ഥാന നഗരിയിൽ മാലിന്യ കൂമ്പാരത്തിൽ ഒഴുക്ക് തടസ്സപ്പെട്ട ഇടത്ത് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയ ജോയിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും നമുക്കൊന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഷഫീദ് റാവുത്തറുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ 2 പേരടങ്ങുന്ന സ്കൂബ ടീം ഈ ടണലിൻ്റെ ഏതാണ്ട് 180 മീറ്റർ നീളമുണ്ട് ഈ ടണലിന് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനടിയിലേക്ക് ആദ്യം നിമിഷങ്ങൾ നേരം അവിടെ ഒന്ന് പോയി അവർ തിരികെ വന്നു. ഇപ്പോഴും അവിടെ അവർക്കത് വളരെ ശ്രമകരമായിരിക്കും ഈ രക്ഷാദൗത്യം എന്നാണോ ഈ സ്കൂബ ടീം പറയുന്നത്? ജോയിക്ക് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടാകും ഷഫീദ്? ഇത് അനന്തമായി നീളുകയാണല്ലോ ഈ തെരച്ചിൽ. ഗോപികൃഷ്ണൻ, അങ്ങനെ ഒരു പോസിറ്റീവായ സൂചന ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല. അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ റെയിൽവേ ഭൂമിയാണിത്. അതായത് തിരുവനന്തപുരം നഗരത്തിലെ തമ്പാനൂർ പ്രധാനപ്പെട്ട റോഡിന് സമീപത്തുള്ള തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 സമീപത്തുള്ള ആമയിഴഞ്ചാൻ തോടിന്റെ ഒരു ഭാഗം, അതിനുശേഷം റെയിൽവേ പ്ലാറ്റ്ഫോമാണ്. അതായത് റോഡിൽ നിന്ന് കുറച്ച് ഭാഗം തുറന്ന പ്രദേശം, അതിനുശേഷം റെയിൽവേ പ്ലാറ്റ്ഫോമിന് അടിയിൽ കൂടെ പോകുന്ന ടണൽ, അവിടെയാണ് ഈ കാര്യമായിട്ടുള്ള മാലിന്യം കുന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാരായമുട്ടം സ്വദേശിയായ ജോയിയും മറ്റു ചിലരും ചേർന്നുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഈ പ്രവൃത്തി തുടങ്ങിയത്. പക്ഷേ അതിനിടയിലാണ് കാര്യമായ മഴയുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇതിനകത്തേക്ക് വീഴുകയായിരുന്നു, അപകടത്തിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ആ കൂടെ ഉണ്ടായിരുന്നവർ റെയിൽവേ അധികൃതരെയും അതേപോലെ തന്നെ നഗരസഭയിലെ മറ്റാളുകൾ ഫയർഫോഴ്സിനെ അടക്കം ഷഫീദ് വരാം. എനിക്കൊരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഷഫീദ് റെയിൽവേ കരാർ ജോലി ഏൽപ്പിച്ച ഒരു ഏജൻസിയിലെ ജീവനക്കാരനായിരുന്നു, ഒരു താൽക്കാലിക ശുചീകരണ തൊഴിലാളിയാണ് ഇപ്പോൾ കാണാതായ മാരായമുട്ടം സ്വദേശി ജോയി എന്നാണ്. ഏതായാലും ജോയി 42 വയസ്സാണ്. ജോയിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ്, പരിശോധനകൾ നടക്കുന്നു. ഇപ്പോഴും ഈ മാലിന്യ കൂമ്പാരം അവിടെ നിന്ന് നീക്കം ചെയ്യുന്നു. ആ മാലിന്യ കൂമ്പാരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ജോയിയെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടുമോ എന്ന് പരതുകയാണ് സത്യത്തിൽ അവിടെ രക്ഷാദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്നവർ. ഷഫീദ്, ഈ റെയിൽവേ കരാറുകാരനായ ജീവനക്കാരനായിരുന്നോ ഈ മാരായമുട്ടം സ്വദേശി ജോയി? ഗോപികൃഷ്ണൻ, അങ്ങനെ തന്നെയാണ്. അതായത് റെയിൽവേ ആണ് ഇതുമായി ബന്ധപ്പെട്ട കരാർ നൽകിയത്. അതുമായി ബന്ധപ്പെട്ട നേരത്തെ നഗരസഭ ഒരു നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ രീതിയിലുള്ള ശ്രമകരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സ് നടത്തുകയാണ് കഴിഞ്ഞ 6 മണിക്കൂറായി. ഫയർഫോഴ്സിനെ സംബന്ധിച്ച മനുഷ്യസാധ്യമായതെല്ലാം ഫയർഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ തിരിച്ചടിയായത് ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ കുന്നുകൂടിയ മാലിന്യമായിരുന്നു. അത് ഹോസ്പിറ്റൽ വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതായത് ഏതാണ്ട് 8ഓളം തവണ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ മാലിന്യം നിറഞ്ഞ വെള്ളത്തിലേക്ക് ഇറങ്ങി അവർ ഈ ടണൽ മുഖത്തുകൂടി അകത്തേക്ക് തെരച്ചിൽ നടത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തി. പക്ഷേ മാലിന്യം ഈ രീതിയിലായതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് മണിക്കൂറുകൾ സമയമെടുത്തുകൊണ്ടാണ് ഈ മാലിന്യം നീക്കിയത്. ഹ്യൂമൻ എഫോർട്ട് ഉപയോഗിച്ചുകൊണ്ട്
കുറച്ചധികം നേരം ഇതുമായി ബന്ധപ്പെട്ട ഈ മാലിന്യ നീക്കം അടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ ശ്രമം നടത്തി. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഈ JCB ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാലിന്യം നീക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നഗരസഭ നേരത്തെയും ഈ പ്രദേശം വൃത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു കത്ത്, ഒരു നോട്ടീസ് അത് റെയിൽവേക്ക് നൽകിയിരുന്നു. പക്ഷേ 7 ദിവസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ കർശനമായി നഗരസഭ റെയിൽവേയെ അറിയിച്ചതാണ്. പക്ഷേ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ആ രീതിയിൽ ഈ ഭാഗത്ത്, അതായത് ഇത്രയും വരുന്ന പ്രദേശം അത് റെയിൽവേ പരിധിയിലാണ്, റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ആ മാലിന്യം നീക്കാനുള്ള നടപടികൾ കാര്യക്ഷമമായി ഉണ്ടായില്ല എന്നുള്ളത് കൂടി ഈ അപകടത്തിന് കാരണമായി. മാത്രമല്ല ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ തിരിച്ചടിയായതും ഈ മാലിന്യ കൂമ്പാരമായിരുന്നു. ഏതായാലും റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെയും ഈ അപകടത്തെക്കുറിച്ച് സംബന്ധിച്ച് നടത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് എടുത്തു പറയാനുള്ളത് 6-ാം മണിക്കൂറിലും ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായിട്ടുള്ള രക്ഷാപ്രവർത്തന നീക്കം, തിരച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് ഊർജിതമായി നടക്കുന്നു. ഫയർഫോഴ്സ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വലിയ തരത്തിലുള്ള തിരച്ചിലും പരിശോധനയും നടക്കുകയാണ്. ഇത്രയും സമയമായി 6 മണിക്കൂറായും അതിനകത്തൊരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അല്പസമയം മുൻപ് നമ്മൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നഗരസഭാ അധികൃതർ റെയിൽവേക്ക് നൽകിയ ഒരു നോട്ടീസിന്റെ പകർപ്പ് നമ്മൾ കാണിച്ചിരുന്നു. അതായത് ഈ നിൽക്കുന്നത് തമ്പാനൂർ റോഡിന്റെ ഈ ഭാഗത്തേക്ക്, ഈ ടണൽ, അതിന് അടുത്തുള്ള റെയിൽവേ ഭാഗം, അത് മുഴുവൻ വരുന്നത് റെയിൽവേ പരിധിയിലാണ്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട മാലിന്യ നീക്കം അടക്കമുള്ള കാര്യങ്ങൾക്ക് റെയിൽവേക്ക് കത്ത് നൽകിയെങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന കാര്യം. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കം നഗരസഭ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കം അടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ റെയിൽവേയുടെ ഈ ഭാഗത്ത് ഇത് നീക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ടണലിലേക്ക് മൂവ് ചെയ്യാനുള്ള ഫയർഫോഴ്സ് ക്യൂബ സംഘത്തിന്റെ പ്രവർത്തനം അത് നമ്മൾ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ 2 പേർ അവിടേക്ക് പോയിരുന്നു. ഈ വടമൊക്കെ കെട്ടിയിട്ടാണ് അവർ അവിടേക്ക് പോയത്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിന് ശേഷം അങ്ങോട്ടേക്ക് കുറച്ച് മീറ്ററുകൾ, അത് ഈ തുരങ്കം തന്നെയാണ്, ഈ ടണൽ തന്നെയാണ്. അവിടേക്ക് എത്താൻ കഴിയും. അവിടെ എവിടെയെങ്കിലും ജോയി തട്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയമായി നമുക്ക് ഉന്നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ജോയി മാത്രമായിരുന്നില്ലല്ലോ, ജോയിക്കൊപ്പം എനിക്ക് തോന്നുന്നു 2-3 പേര് കൂടി ഉണ്ടായിരുന്നു ഈ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ. ജോയി ഒഴുക്കിൽപ്പെട്ടത് കണ്ടവരുണ്ടോ? ജോയിക്കൊപ്പം ഉണ്ടായിരുന്ന ആരെങ്കിലും ദൃക്സാക്ഷികളായി ഉണ്ടോ ജോയി ഒഴുക്കിൽപ്പെട്ടു പോകുന്നത് കണ്ടവർ? ഒപ്പം ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ ബൈറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ രാവിലെ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ തടസ്സമാകുന്നത് അവിടെ കുറച്ച് കല്ലുകൾ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മാത്രവുമല്ല ഇതിലെ ഇപ്പോൾ അവശേഷിക്കുന്ന മാലിന്യ നീക്കം അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നഗരസഭ അപ്പോൾ തന്നെ ഇടപെട്ടുകൊണ്ട് നഗരസഭയുടെ JCB അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അത് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നഗരസഭാ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവ സ്ഥലത്തേക്കുണ്ട്. മാത്രമല്ല മറ്റ് ജനപ്രതിനിധികൾ ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ അല്ലെങ്കിൽ സ്ക്യൂബ സംഘത്തിന്റെ രക്ഷാപ്രവർത്തനം ഈ രീതിയിൽ പുരോഗമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ രക്ഷാപ്രവർത്തനം മണിക്കൂറുകളെ തുടരുന്നു. ഗോപികൃഷ്ണൻ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട തടസ്സം നേരിട്ടത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ ആദ്യമുണ്ടായിരുന്ന മാലിന്യം, ആ മാലിന്യം ഏതാണ്ട് പൂർണ്ണമായും ഇതിന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന മാലിന്യമൊന്നും ആയിരുന്നില്ല ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ ടണലിനകത്തേക്ക്, അതായത് അഭിലാഷ ക്യാമറ ഒന്ന് സൂം ചെയ്താൽ അതിനകത്ത് ഈ ടണലിന്റെ അകത്തേക്ക് നമുക്ക് ആ ഭാഗം കാണാൻ കഴിയും. അതിനകത്തേക്ക് കയറണമെങ്കിൽ വലിയ എഫേർട്ട് എടുക്കും. ഇപ്പോൾ വീണ്ടും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഒരു സ്ക്യൂബ ടീം അംഗം അകത്തേക്ക് കയറാൻ പോകുന്നു. അദ്ദേഹം എല്ലാ എക്യുപ്ഡ് ആണ്. അദ്ദേഹം അകത്തേക്ക് കയറി തിരച്ചിൽ നടത്തുന്നു. നേരത്തെ കുറച്ച് മീറ്റർ അകത്തേക്ക് പോയിരുന്നുവെങ്കിലും അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കുറച്ചുകൂടി അകത്തേക്ക് പോകുന്നു. വശങ്ങളിലേക്കടക്കം പരിശോധന നടത്താനുള്ള ഒരു നീക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും നഗരസഭയുടെ അടക്കം ഈ സംഭവം ഉണ്ടായി തൊട്ടടുത്ത മണിക്കൂറടക്കം നഗരസഭാ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ടെത്തി ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. കളക്ടർ ജെറോമിക് ജോർജ് അടക്കമുള്ള ആളുകൾ നേരിട്ട് ഇവിടേക്കെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മണിക്കൂറുകളായി തുടരുന്ന ഒരു രക്ഷാപ്രവർത്തനം അത് നമുക്ക് തിരുവനന്തപുരം തമ്പാനൂരിൽ കാണാം. ഇപ്പോൾ തടസ്സമാകുന്നത്, ഇപ്പോൾ ടെക്നിക്കലി തടസ്സം കുറച്ച് പാറക്കല്ലുകളാണ്. ആ പാറക്കല്ലുകൾ എത്രയും പെട്ടെന്ന് കുറച്ച് കല്ലുകളുണ്ട്, അത് നീക്കം ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ വശങ്ങളിൽ കൂടി പോകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ സ്ക്യൂബ സംഘം. അത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി. ശരി ഷഫീദ്, നമുക്ക് പൂർണ്ണമായും ഈ പുതിയ വിവരങ്ങൾ ആവശ്യമാണ്. ഷഫീദ് തുടരുക, ഞാൻ ഷഫീദിലേക്ക് വരാം. തിരുവനന്തപുരം നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഗായത്രി ബാബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ MR ഗോപൻ നമ്മളോടൊപ്പം ഉണ്ട്. കോൺഗ്രസ് കൗൺസിലർ ആക്കുളം സുരേഷും നമ്മളോടൊപ്പം ചേരുന്നു ഇന്ന് ഈ വൈകുന്നേരം. ശ്രീമതി ഗായത്രി ബാബു,
ഇതിപ്പോൾ ഈ റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശം, അതായത് ഇവിടുത്തെ മാലിന്യ നീക്കം അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായ ഉത്തരവാദിത്വം റെയിൽവേക്കാണോ? ഇപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ തോടുകളൊക്കെ വൃത്തിയാക്കുകയും മാലിന്യ നീക്കമൊക്കെ സമയാസമയങ്ങളിൽ കൃത്യമായി നടക്കുകയും ചെയ്യാൻ വേണ്ടി പല പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് വലിയ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പിന്നെ ഈ മാലിന്യ നീക്കം എന്നത് ഇങ്ങനെ ഇപ്പോഴും കെട്ടിക്കിടക്കാനുള്ള ഒരു അത് നടക്കാതെ പോകുന്നതിന് ആരാണ് ഉത്തരവാദി? ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ പത്രമാധ്യമങ്ങളോടും നമ്മൾ ആവർത്തിച്ചിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്നത് ഒഴുകുന്നത് നഗരപരിധിയിലും അതിൻ്റെ ചുമതല ഇറിഗേഷൻ, മേജർ ഇറിഗേഷനുമാണ് പൂർണ്ണമായി, ആ തോട് മുഴുവനും. ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്ന, ഈ ദാരുണകരമായ സംഭവം ഉണ്ടായിരിക്കുന്ന ഭാഗം മാത്രം, അതായത് നമ്മുടെ തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗവും റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഈ ഭാഗം മാത്രമാണ് റെയിൽവേയുടേതായി വരുന്നത്. ആ ഭാഗത്തെ ക്ലീനിങ് ആണ് ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുകയും ഈ സംഭവം ഉണ്ടാകാൻ ഇടയായതും. പക്ഷെ ബാക്കി വരുന്ന മുഴുവൻ ഭാഗവും മേജർ ഇറിഗേഷൻ്റെതാണ്. പക്ഷെ നിങ്ങൾ തന്നെ പല ആവർത്തിയും കണ്ടിട്ടുണ്ടാകും, ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ നഗരത്തിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോടിൻ്റെ വിവിധ വാർഡുകളിലെ ഭാഗങ്ങൾ സ്ഥിരമായി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇറിഗേഷനോടൊപ്പം നഗരസഭ തന്നെയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വലിയ ക്ലീനിങ് വർക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇറിഗേഷൻ വർഷത്തിൽ ഇപ്പോൾ മഴയ്ക്ക് തൊട്ട് മുമ്പായി അല്ലെങ്കിൽ മഴയ്ക്ക് ശേഷം അങ്ങനെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ക്ലീൻ ചെയ്യുന്നതിന് പുറമെ കൃത്യമായ ഇടവേളകളിൽ ഇവ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നഗരസഭയാണ്. അതെവിടെയൊക്കെ നഗരസഭയ്ക്ക് ചെയ്യാൻ അനുവദനീയമായിട്ടുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നഗരസഭയ്ക്ക് ഇറങ്ങി ചെയ്യാൻ എത്തിപ്പെടാൻ ഒക്കെ അനുവാദം തന്നിട്ടുള്ള ഇടങ്ങളിൽ നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നഗരസഭ ചെയ്യേണ്ടതല്ല അവയൊന്നും എന്നതാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് അതിൻ്റെ അപ്പുറം കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വിഷയം കിടക്കുന്നത്. റെയിൽവേയുടെ ഏകദേശം 200 മീറ്റർ ഭാഗം അവർക്ക് കിട്ടുന്ന മുഴുവൻ പോർഷൻ ആമയിഴഞ്ചാൻ തോടിൽ 200 മീറ്റർ ഭാഗം മാത്രമാണ് അവർ കഴിഞ്ഞ മാസം മണ്ണുകോരി മാറ്റിയിട്ടുള്ളത്. ആ മണ്ണുകോരി മാറ്റുമ്പോഴും അതും ഇരുവശങ്ങളിലേക്ക് വയ്ക്കുന്നു എന്നതാണ് വേറൊരു പ്രശ്നം. NHൻ്റെതായാലും മൈനർ ഇറിഗേഷൻ്റെ ആയാലും മേജർ ഇറിഗേഷൻ്റെ ആയാലും റെയിൽവേയുടേതായാലും PWDയുടെ ആയാലും ഒക്കെ ഓടകൾ ക്ലീൻ ചെയ്ത് ഇപ്പോൾ പോരുന്നത് നഗരസഭയാണ് എന്നുള്ളൊരു വിഷമകരമായ കാര്യവും കൂടിയുണ്ട്. അപ്പോൾ വകുപ്പുകളുടെ ഏകോപനം ഒരു ഭാഗത്ത് നിൽക്കട്ടെ, ഇപ്പോൾ നിൽക്കുന്ന വിഷയത്തിൽ ഈ ബാക്കി വരുന്ന ഏകദേശം 500 മീറ്ററോളം വരുന്ന ഭാഗം ക്ലീൻ ചെയ്യാനായി നഗരസഭ നിർദ്ദേശം നൽകാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. നമുക്ക് ഏറ്റവും അടുത്ത് ഉള്ള ഇടപെടൽ, ഈ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇടപെടൽ പരിശോധിച്ചാൽ തന്നെ 13/4/2024 നഗരസഭയുടെ LSGDയുടെ പ്രിൻസിപ്പൽ ഡയറക്ടറിന്റെ കത്ത് പോകുന്നു. 7/5/2024 നഗരസഭ സെക്രട്ടറിയുടെ കത്ത് പോകുന്നു. 17/5/2024 വീണ്ടും നമ്മൾ നഗരസഭ കത്തയക്കുന്നു. 19/6/2024 തൊട്ട് മുമ്പായി മേയറുടെ അധ്യക്ഷതയിൽ ഈ എല്ലാ വകുപ്പുകളെയും ചേർത്ത് യോഗം ചേരുന്നു. നിങ്ങളത് കർശനമായും ചെയ്തേ മതിയാകൂ എന്ന് പറയുന്നു, ഇല്ലെങ്കിൽ വലിയ ആപത്ത് സംഭവിക്കും എന്ന് മേയറുടെ അധ്യക്ഷതയിൽ നേരിട്ട് യോഗം ചേരുന്നു. സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുന്നു. 19/6/2024 എനിക്ക് തോന്നുന്നു ആ ഒരു കത്തിന്റെ കാര്യമായിരിക്കും മേയറും സൂചിപ്പിച്ചിട്ടുണ്ടാകുക. അതാണ് ഏറ്റവും അവസാനമായി നമ്മൾ നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ. അത് കത്തല്ല, നമുക്ക് കത്തുകൾ കൊടുത്ത് യാതൊരു റെസ്പോൺസും ഇല്ല എന്ന് കണ്ടപ്പോൾ അവസാനം പ്രോസിക്യൂഷൻ വഴി നമുക്ക് നോട്ടീസ് നൽകേണ്ടുന്ന ഒരു സ്ഥിതി വന്നു. അതായത് നിങ്ങളിത് ചെയ്യാത്ത പക്ഷം ഭീമമായ ഫൈന് നിങ്ങളിൽ നിന്ന് ഈടാക്കേണ്ടതായും വരും, മറ്റ് ശിക്ഷാ നടപടികളിലേക്ക് പോകേണ്ടതായി വരും എന്ന നിലയിലേക്ക്, നമുക്ക് കോടതി മുഖാന്തരമൊക്കെ വരെ നീങ്ങേണ്ടി വന്നേക്കാം എന്ന നിലയിലേക്ക് പറയുമ്പോഴാണ് അതിനുശേഷം 19/6/2024 നോട്ടീസ് ലഭിച്ചതിന് ശേഷം നമ്മുടെ റെയിൽവേയുടെ ഇത് ചെയ്യേണ്ടുന്ന വകുപ്പ്, അതായത് അവരുടെ മരാമത്ത് വകുപ്പ്, അവർ ചേർന്ന് ഇത് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഈ വർക്ക്. അങ്ങനെ അവരൊരു കോൺട്രാക്ടറെ ഈ പ്രശ്നം ഏൽപ്പിക്കുന്നു. കോൺട്രാക്ടറിന്റെ തൊഴിലാളികൾ ഇറങ്ങി ഇത് ക്ലീൻ ചെയ്യുന്നു. അവിടെ കാണേണ്ടുന്ന മറ്റൊരു കാര്യം, ഇതിനകത്ത് ഇറങ്ങിയാണ് തൊഴിലാളികൾ ക്ലീൻ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയ സംവിധാനങ്ങളുള്ള വകുപ്പുകൾ. അതിനിടയിൽ ഒരു കാര്യം ശ്രീമതി ഗായത്രി ബാബു, ഈ പറഞ്ഞു വരുന്നതൊക്കെ മാരായമുട്ടം സ്വദേശി ജോയിയുമായി നഗരസഭയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അതായത് ജോയിയെ താൽക്കാലിക ജീവനക്കാരനായി കൊണ്ടുവന്നതോ അല്ലെങ്കിൽ ജോയിയെ ഇത് ഏൽപ്പിച്ചതോ ഒന്നും നഗരസഭയല്ല. അതെല്ലാം പൂർണ്ണമായും റെയിൽവേ ആയിരുന്നു ചെയ്തിരുന്നത്. അത് അവരുടെ ഉത്തരവാദിത്വമായിരുന്നു. അതവർ കാര്യക്ഷമമായി ചെയ്യാതിരിക്കുകയും ചെയ്തു. നിങ്ങൾ നിരന്തരം അലർട്ട് ചെയ്തിട്ടും റെയിൽവേ അത് കാര്യമായി പരിഗണിച്ചതുമില്ല എന്നല്ലേ?
തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ തെറ്റായ ചില പ്രചരണങ്ങൾ നടക്കുന്നതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നഗരസഭയാണ് ബാക്കി മുഴുവൻ പ്രദേശവും ക്ലീൻ ചെയ്യേണ്ടിയിരുന്നത് എന്ന തരത്തിൽ 24-ൽ നിന്ന് അടക്കം ചില അങ്ങനെയല്ല ശ്രീമതി ഗായത്രി ബാബു. ഇതിനകത്ത് ഇപ്പൊ നേരത്തെ വി രാജേഷ് ഒക്കെ സംസാരിച്ചപ്പോൾ താങ്കളും കേട്ട് കാണും. വി രാജേഷ് പറഞ്ഞത് ഈ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഉപയോഗിച്ചു കഴിഞ്ഞ ബെഡുകൾ, അതുപോലെ സാനിറ്ററി നാപ്കിൻസ്, അതുപോലെ ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന ഓരോ മാലിന്യവും അതിങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി എത്തി ഒരു ഭാഗത്ത് കെട്ടിക്കിടക്കുന്നു. അതിന് നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ്. തീർച്ചയായും ഒരു നഗരത്തിലെ 10 ലക്ഷം ആളുകൾ താമസിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയുടെ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് നഗരസഭയുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ നഗരസഭയുടെ മാത്രം ഉത്തരവാദിത്തം എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അതിന്റെ മേജർ ഉത്തരവാദിത്വവും നഗരസഭയ്ക്ക് തന്നെയാണ്. അതിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി നഗരസഭ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കേരളത്തിലെ അങ്ങനെ പരമാവധി ചെയ്തിട്ടും ബാക്കി വരുന്ന മാലിന്യങ്ങളാണോ ഈ കെട്ടിക്കിടക്കുന്നത്? അതായത് നഗരസഭയ്ക്ക് ഈ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട്, അതിന് വേണ്ടിയിട്ട് തുക വകയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത് വി രാജേഷ് ഒക്കെ നേരത്തെ ഉന്നയിച്ചൊരു ആരോപണം, ലക്ഷം കോടി രൂപ ഈ പല ഹെഡ്സിലായി നഗരസഭയ്ക്ക് കൊടുത്തിട്ടും ഇതൊക്കെ ഇവർ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ നഗരത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല എന്നതാണ് ഇത്തരം സംഭവങ്ങൾ കാണിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു വിമർശനം നഗരസഭയ്ക്കെതിരെ ഉയർന്നത്. ഞാൻ ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒന്ന് വി രാജേഷ് അദ്ദേഹമല്ല നഗരസഭയുടെ ഔദ്യോഗിക കണക്കുകൾ പുറപ്പെടുവിക്കേണ്ട ആളോ അത്തരം കാര്യങ്ങൾ പറയേണ്ട ആളോ. ലക്ഷം കോടി രൂപ എന്തിനു വേണ്ടി ചിലവാക്കി? അപ്പം അദ്ദേഹം അതിന്റെ ഹെഡ് പറയണം. ആമഴിഞ്ചൻ തോടിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ പൊതുവായി മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയാണോ? അപ്പോൾ അത്തരം ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ, ഒരു തൊഴിലാളി ഒരു ദാരുണ സംഭവത്തിൽ അകപ്പെട്ടു പോകുന്നു, അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി മേയർ അടക്കമുള്ള ആളുകൾ നേരിട്ടിറങ്ങി അതിൽ ഇടപെടുന്നു. ആ സമയത്ത് ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ വേണ്ടി പല ആളുകൾ പലതും പറഞ്ഞു തന്നിരിക്കും. പക്ഷെ അത് മാത്രം പിടിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല. ശരി ശ്രീമതി ഗായത്രി ബാബു, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നമ്മളോടൊപ്പം ശ്രീ എസ് എൻ രഘുചന്ദ്രൻ നായരുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റാണ്. ശ്രീ രഘുചന്ദ്രൻ നായർ, ഇത് ഈ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് നടക്കുന്ന അതായത് നഗരസഭാ പരിധിയിൽ ആണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ റെയിൽവേ ആണ് ഇതിൻ്റെ ഈ പൂർണ്ണമായും ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതെന്നും അത് ഇങ്ങനെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയും അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പലകുറി റെയിൽവേക്ക് അലേർട്ട് മെസ്സേജുകൾ കൊടുക്കുകയും പിന്നീട് പ്രോസിക്യൂഷനിലേക്കൊക്കെ നിയമപരമായ കാര്യങ്ങൾ നീങ്ങുകയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ ശുചീകരണ പ്രവർത്തനത്തിന് റെയിൽവേ മുൻകൈ എടുത്തതെന്നും ഒരു തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും ഇല്ലാതെ ഇപ്പോൾ കാണാതായ മാരായമുട്ടം ജോയിയെ പോലെയുള്ള താൽക്കാലിക ജീവനക്കാർ അവിടെ ഇറങ്ങി ശുചീകരണ പ്രവർത്തികളിൽ ഏർപ്പെടാൻ ഇടയാക്കിയ സാഹചര്യവും ഇതിൽ നിന്ന് പൂർണ്ണമായും നഗരസഭയ്ക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? എന്തുകൊണ്ട് തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിൽ ഇത് സംഭവിക്കുന്നു താങ്കളുടെ അഭിപ്രായത്തിൽ? ശ്രീ എസ് എൻ രഘുചന്ദ്രൻ നായർ, എനിക്ക് തോന്നുന്നു ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ നമ്മളോടൊപ്പം ചേരും. എം ആർ ഗോപൻ നമ്മളോടൊപ്പം ഉണ്ട്, തിരുവനന്തപുരം നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ്. ശ്രീ എം ആർ ഗോപൻ, ഇത് പൂർണ്ണമായും റെയിൽവേയുടെ ഉത്തരവാദിത്തമായിരുന്നു? തീർച്ചയായിട്ടും ഈ അപകടത്തിൽപ്പെട്ട ജോയി എന്ന് പറയുന്ന 42 വയസ്സ് പ്രായമുള്ള അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഫയർഫോഴ്സിന്റെയും മറ്റ് ജീവനക്കാർക്കും അനുമോദനം നടത്തുന്നു. കാരണം അവർ അത്ര ത്യാഗം ചെയ്യുകയാണ്. പക്ഷെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ നഗരസഭയുടെ ഈ ഭരണകൂടം ഇത്ര ലാഘവത്തോടെ ഒരാളുടെ ജീവൻ വെച്ചുകൊണ്ട് ഇത്ര ലാഘവത്തോടെ എങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. 200 മീറ്റർ മാത്രമാണ് ഈ ഓടയിലേക്ക് മാലിന്യം വന്ന് തമ്പടിച്ച് കൂടിയിരിക്കുന്ന റെയിൽവേയുടെ അധീനതയിലുള്ള ഭാഗം. ഈ നഗരസഭയുടെ ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്ന പ്രദേശം 200 മീറ്ററിനകത്ത് വരുന്ന ഭാഗമല്ല. ഈ കിടക്കുന്ന മാലിന്യം, ദൃശ്യത്തിൽ കാണുന്ന മാലിന്യം നമുക്കറിയാം എത്രയോ വാർഡുകൾ ടച്ച് ചെയ്ത് നഗരസഭയുടെ ആമയിഴഞ്ചാൻ തോട് വരുന്ന ഭാഗങ്ങളിൽ കൂടി നഗരത്തിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന മാലിന്യം കൂമ്പാരം നീക്കം ചെയ്യപ്പെടേണ്ടത് അത് ഗവൺമെന്റിന്റെയാണോ നഗരസഭയുടെയാണോ തർക്കിക്കപ്പെടാതെ നഗരഹൃദയത്തിൽ കൂടി പോകുന്ന ആ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നഗരസഭാ ഭരണകൂടത്തിന്റെ തന്നെയാണ്. അത് 200 മീറ്റർ അവശേഷിക്കുന്ന അവസാന ഭാഗത്ത് ഒഴുകിയെത്തുന്ന മാലിന്യം ഈ ഒഴുകിയെത്താതിരിക്കാനുള്ള സംവിധാനം ചെയ്യേണ്ട നഗരസഭ അത് ചെയ്യാതെ ഈ 200 മീറ്ററിനകത്ത് വന്ന അതിന്റെ ഉത്തരവാദിത്വം റെയിൽവേ ഏറ്റെടുക്കണം എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്.
നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഈ നഗരസഭാ ഭരണകൂടം ഈ ആമയിഴഞ്ചാൻ തോടിലേക്ക് വർഷത്തിൽ വരുന്ന ബഡ്ജറ്റിൽ അതിന്റെ സമ്പൂർണമായിട്ടുള്ള മാലിന്യം മുക്തമായിട്ട് അത് ക്ലീൻ ചെയ്ത് മാറ്റും എന്ന ബഡ്ജറ്റിനകത്ത് തുക വകയിരുത്തപ്പെടുന്നുണ്ട്. അതിൽ പ്രോജക്റ്റ് വെക്കപ്പെടുന്നുണ്ട്. ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നഗരസഭ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വെളിപ്പെടുത്തട്ടെ. എങ്കിൽ ഇത്രയും മാലിന്യം കുന്നുകൂടോ? ഈ ഭാഗത്ത് തന്നെ 200 മീറ്ററിനകത്ത് ജോയി എന്ന് പറയുന്ന 42 വയസ്സ് പ്രായമുള്ള ഒരാളുടെ ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം മറ്റ് സ്ഥലങ്ങളിൽ ഈ വാർഡിന്റെ ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു വ്യക്തി കാല് വഴുതി ഇതിനകത്ത് വീണാൽ ഇതേ അവസ്ഥയിലേക്കുള്ള മാലിന്യ കൂമ്പാരമാണ് നഗരത്തിന്റെ ആമയിഴഞ്ചാൻ തോടിലുള്ളത്. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നഗരസഭാ ഭരണകൂടം അവരുടേതായിട്ടുള്ള ഗവൺമെന്റിലെ ഈ ഗവൺമെന്റ് തലയിൽ വെക്കുകയാണെങ്കിൽ, അല്ല മാത്രമല്ല എനിക്ക് ഈ ഓപ്പറേഷൻ അനന്ത പോലെയുള്ള പദ്ധതികൾ അവിടെ നടപ്പാക്കിയിരുന്നല്ലോ ശ്രീ M.R. ഗോപൻ, അല്ലെ? അതായത് തമ്പാനൂരിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി അതിന്റെ ഭാഗമായിട്ടൊക്കെ എനിക്കൊന്ന് മാലിന്യ നീക്കമൊക്കെ ഉണ്ടാകേണ്ടതാണ്. ഞാൻ ഒരു മിനിറ്റ് ഇപ്പോൾ വരാം. മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനെ നമുക്ക് കാണാം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇരുവരും ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത്, അതായത് ദൗത്യം നടക്കുന്ന സ്ഥലത്ത്, രക്ഷാദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് അവർ എത്തുകയാണ്. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി അവർക്കൊപ്പം ഉണ്ട്. ഷഫീദ്, എന്താണ് പുതിയ വിവരം? ഷഫീദ്, ഗോപികൃഷ്ണൻ, ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി സംഭവ സ്ഥലം സന്ദർശിക്കുകയാണ്. എന്താണ് രക്ഷാപ്രവർത്തന പുരോഗതി, തിരച്ചിൽ പുരോഗതി എന്നുള്ള കാര്യം മന്ത്രി വി ശിവൻകുട്ടി അതുമായി ബന്ധപ്പെട്ട് സന്ദർശിക്കുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഇപ്പോൾ അകത്തേക്ക് പോയ സ്ക്യൂബ നമ്മൾ ഇത് സാധ്യമായിട്ടുണ്ട് കേട്ടോ. അല്ല, ഇപ്പൊ കയറും. കല്ല് വല്ല തടസ്സമുണ്ടോ? കല്ലുണ്ട്, പിന്നെ നല്ല ചവറ്. ഇതാണ് ഇപ്പോൾ ഒരു സ്ക്യൂബ ടീം അംഗം പറഞ്ഞ ഒരു മറുപടിയാണ് ഗോപികൃഷ്ണൻ നമ്മൾ കേട്ടത്. അതായത് അകത്തേക്ക് അവർ കയറുകയാണ്. അതായത് അവിടെ കല്ലുണ്ട്, മാത്രമല്ല ചവറുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ വീണ്ടും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് തിരച്ചിലെത്തി പോകാൻ തടസ്സമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി തരത്തിലുള്ള വിവരങ്ങൾ തേടുകയാണ്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട്, ഫയർഫോഴ്സ് ഓഫീസറോട് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടത്താൻ കഴിയും, ഇതുവരെയായി തിരച്ചിൽ എന്നടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഇതുവരെയും നമുക്ക് ഇതിനകത്തേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റേബിളായി അവർക്ക് പുൾ ഓൺ ചെയ്ത് അങ്ങോട്ടേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിലേറ്റവും നമുക്കിപ്പോഴും അതിനകത്ത് രക്ഷാപ്രവർത്തനത്തിൽ തിരിച്ചടിയാകുന്ന ഒരു കാര്യം. പക്ഷെ അത് സാധ്യമാക്കുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അവർ ശ്രമിക്കുകയാണ് സമാനമായ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ. അതവർ യാഥാർത്ഥ്യമാക്കുന്നു, അതല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനം യാഥാർത്ഥ്യമാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം മടങ്ങുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട വി ശിവൻകുട്ടിയോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം അടക്കം, അല്ലെങ്കിൽ ഈ തിരച്ചിൽ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി എന്നതിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തേടാനും കഴിയുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും മന്ത്രിയുടെ പ്രതികരണമടക്കം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. ഏതായാലും അദ്ദേഹം ഈ പ്രദേശത്ത് നിന്ന് അദ്ദേഹം അങ്ങോട്ട് മാറി നിന്ന് പ്രതികരിക്കാമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. ഏതായാലും രാവിലെ മുതൽ 6 മണി മുതൽ തുടങ്ങിയിട്ടുള്ള രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. മിനിസ്റ്റർ, ഈ രക്ഷാപ്രവർത്തനം ഇടം പറയാം മിനിസ്റ്റർ. രക്ഷാപ്രവർത്തനം നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ 3 മണിക്കൂർ നേരം അശ്രാന്ത പരിശ്രമത്തിലാണ് ഫയർഫോഴ്സും നഗരസഭയും പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ഫയർഫോഴ്സിന്റെ ഓഫീസർമാർ പറഞ്ഞത് അത് വളരെ അശ്രാന്ത പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലയിലാണ് അവർ സൂചിപ്പിച്ചത്. നിലവിൽ ഈ മാലിന്യമായിരുന്നു വലിയ തോതിലുള്ള തടസ്സമായത് ഇവർക്ക് ഈ രക്ഷാപ്രവർത്തനം. അങ്ങോട്ട് മാറി തന്നെ ഞാൻ പറയാം. ഇവിടെ വെള്ളം കുറച്ചങ്ങോട്ട് മാറിക്കാം. അദ്ദേഹം എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും കൃത്യമായി നടക്കുന്നു, ഉടൻ തന്നെ അത് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി. അദ്ദേഹം ഈ തിരക്കുണ്ട്, ഭയങ്കരമായി കൺജസ്റ്റഡ് ആണ്. മാത്രമല്ല ഈ പ്രദേശത്ത് ചെളി, നമുക്ക് നിൽക്കാൻ കഴിയാത്തത്ര ദുർഗന്ധം, ഇതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് സ്വാഭാവികമായും അവിടെ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം കുറെ നേരമായി അവിടെ നിൽക്കുന്നു. നമുക്ക് രാവിലെ മുതൽ തന്നെ സഹിക്കാൻ കഴിയാത്തത്ര പ്രശ്നം അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതായാലും മന്ത്രി പ്രതികരിച്ചത് രക്ഷാപ്രവർത്തനം, തിരക്കടക്കമുള്ള കാര്യങ്ങൾ അത് ഊർജിതമായി പുരോഗമിക്കും. സമയത്തുള്ളിൽ നമുക്ക് മേയറുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് തേടാം. കാരണം മേയറാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ. ഇപ്പോൾ വീണ്ടും മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ 3 മണിക്കൂർ നേരമായി നമ്മുടെ
ഒഴുക്കിൽപ്പെട്ടു പോയ തൊഴിലാളിയെ കണ്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും തിരുവനന്തപുരം നഗരസഭയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ ഓഫീസർമാർ എന്നോട് പറഞ്ഞത് അവർക്ക് സാധ്യമായ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഉള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ സൂചിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ഇതൊരു പ്രശ്നം എന്ന് വെച്ചാൽ റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ്. ഇത് പല ഘട്ടങ്ങളിലും നമ്മൾ ഈ നഗരത്തിന്റെ വെള്ളപ്പൊക്കം, പ്രത്യേകിച്ച് തമ്പാനൂരിലെ വെള്ളപ്പൊക്ക കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചുകൂട്ടുന്ന യോഗത്തിലൊക്കെ തന്നെ ഗവൺമെന്റ് അല്ലെങ്കിൽ നഗരസഭ ഇതിന്റെ ശുചീകരണ പ്രവർത്തനം നടത്താമെന്ന് പറയുന്ന അവസരത്തിലൊക്കെ തന്നെ റെയിൽവേ അത് സമ്മതിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് വൃത്തിയാക്കി ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ അവിടെ ഈ മാലിന്യം അടിഞ്ഞുകൂടി കിടന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്കാണ്. ഇല്ല, ഇന്ത്യൻ റെയിൽവേ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മന്ത്രി വി ശിവൻകുട്ടിയാണ് ഈ സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒന്ന്, ഈ തെരച്ചിൽ നടപടിയടക്കമുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മുതൽ നഗരസഭയും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടവും വേണ്ട വിധത്തിലുള്ള ക്രമീകരണങ്ങൾ എടുത്തു. മാത്രവുമല്ല, ഇതിൽ റെയിൽവേയോട് പലപ്പോഴായി ആവശ്യപ്പെട്ടു നഗരസഭ അത് തങ്ങളിത് ചെയ്തോളാം. പക്ഷേ റെയിൽവേയുടെ ഭാഗത്ത് ഞങ്ങളുടെ നീക്കമുണ്ടായില്ല. റെയിൽവേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തുണ്ടായ ഒരു സംഭവമാണ് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടിയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇപ്പോൾ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് മന്ത്രി വി ശിവൻകുട്ടിയുമായി സംസാരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ വീണ്ടും സ്ക്യൂബ ഡൈവേഴ്സ് അവിടേക്ക് ഇറങ്ങും. അതായത് ആഴത്തിലേക്ക്, ആ തുരങ്കത്തിലേക്ക് ഇറങ്ങും. അതിനുശേഷം മാത്രമായിരിക്കും ഇതിൽ എന്താണ് നടക്കുക. കാരണം കുറച്ചധികം ഗോപികൃഷ്ണൻ, നമ്മളൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയ കാര്യം, അതായത് ഈ തുരങ്കപാതയ്ക്ക് ഏതാണ്ട് 150 മീറ്ററോളം ദൂരമുണ്ട്. അതായത് 150 മീറ്ററോളം ദൂരമുണ്ട്. ഈ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് പ്ലാറ്റ്ഫോം നമ്പർ 4 അത് കഴിഞ്ഞ റോഡ്, അവിടെയാണ് ഇത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്രയധികം സ്ഥലത്തേക്ക് കയറി കൂടിപ്പോയൊരു തെരച്ചിൽ അത് വലിയ എക്യുപ്ഡ് ആയിട്ടുള്ള വെൽ എക്യുപ്ഡായി വലിയ സന്നാഹങ്ങളോടുകൂടി മാത്രം നടക്കുന്ന ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ രീതിയിലുള്ള ഒരു നീക്കം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ മന്ത്രിയും സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തുകയാണ്. അതായത് പൂർണ്ണ അർത്ഥത്തിൽ ഇത് റെയിൽവേയുടെ ഉത്തരവാദിത്തമായിരുന്നു, പക്ഷേ റെയിൽവേ അത് നടത്തിയില്ല. റെയിൽവേക്ക് നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു. ആ വിഷയത്തിൽ അല്പസമയത്തിനുള്ളിൽ മേയർ ആര്യ രാജൻ നമ്മളോട് പ്രതികരണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേയറുടെ അതിലെ കാര്യം, കാരണം ആ സർക്കുലറിന്റെ കോപ്പി അടക്കമുള്ള കാര്യങ്ങൾ നമ്മളാണ് അതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രതികരണം മേയറുടെ ഭാഗത്ത് നിന്നുണ്ടാകും. ഏതായാലും ഇപ്പോൾ തിരക്കിട്ട നീക്കം അത് എന്തുപറ്റി, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ജോയി എന്ന മാരായമുട്ടം സ്വദേശി അപകടത്തിൽപ്പെട്ടിട്ട് അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു അവകാശം അതുണ്ട്. സ്വാഭാവികമായിട്ട് അതടക്കമുള്ള കാര്യങ്ങളിൽ ആ ശ്രമങ്ങൾ തുടരുകയാണ്. വലിയ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എല്ലാ തരത്തിലും മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ അവർ നടത്തിയതാണ്. പക്ഷേ ഇതിൽ തിരിച്ചടിയത് ആദ്യഘട്ടത്തിൽ മാലിന്യമാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ, അതായത് മാലിന്യം പൂർണ്ണമായും ഹ്യൂമൻ എഫോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് യാഥാർത്ഥ്യമാക്കി. പക്ഷേ അടുത്ത ഘട്ടത്തിൽ അതിന് തടസ്സമായ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഈ ടണലിനകത്തേക്കുള്ള കുറച്ച് ചവറുകളും അതേപോലെ തന്നെ അതിനകത്തെ കല്ലുകളും ചെളികളുമാണ്. പക്ഷേ അങ്ങോട്ടേക്ക് കയറാൻ, ഇതിനോടകം തന്നെ കയറി അവർ തിരിച്ചിറങ്ങി വീണ്ടും കയറാനുള്ള ശ്രമങ്ങളും നീക്കങ്ങളും ഒക്കെ അവർ നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മന്ത്രി വീണ്ടും മാധ്യമങ്ങളെ അതുമായി ബന്ധപ്പെട്ട് കാണുന്നു. അദ്ദേഹം മറ്റെന്തോ കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നു. ഒരു തൊഴിലാളിയെ കാണാതെ പോയിട്ട് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന അവസരത്തിൽ പോലും റെയിൽവേയിലെ ഏതാണ്ട് എഞ്ചിനീയർമാർ മാത്രമാണ് വന്നിട്ടുള്ളത്. ഡിവിഷണൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു വിളിപ്പാട് അകലെയാണ്. ഡിവിഷണൽ ഓഫീസറോ അതിന്റെ ഡിവിഷണൽ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോ ഇവിടെ സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. അദ്ദേഹം വീണ്ടും ഈ റെയിൽവേക്കെതിരെ മറ്റൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതായത് തൊട്ടടുത്താണ് രജിസ്ട്രേഷൻ ഓഫീസർ, അക്കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ എത്തിയില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഗൌരവമുള്ള വിമർശനം അത് മന്ത്രി വി ശിവൻകുട്ടി തന്നെ നടത്തുന്നു. നേരത്തെ നഗരസഭാ മേയറും സമാനമായ രീതിയിൽ ചില പ്രതികരണങ്ങൾ നടത്തിയതാണ്. ഇപ്പോൾ നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ അല്പസമയത്തിനുള്ളിൽ നമ്മളോടൊപ്പം സംസാരിക്കുമെന്ന് കരുതുന്നു. ഏതായാലും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നടക്കുകയാണ്. മേയറെ ഒരു മിനിറ്റ്.
വേറെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കത്തിന്റെ പകർപ്പ് ഇപ്പോൾ നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് റെയിൽവേയോട് ഈ മാലിന്യം മാറ്റാൻ ആവശ്യപ്പെട്ടുള്ള കത്തായിരുന്നു. എന്നിട്ടും റെയിൽവേ ഇക്കാര്യത്തിൽ പ്രതികരിച്ചതേയില്ല. അല്ല, ആ അവസാനമായി കൊടുത്ത നോട്ടീസിന്റെ ഭാഗമായിട്ടാണ് ഈ ടെൻഡർ വിളിച്ചിരിക്കുന്നത്. ആ ടെൻഡറിൽ ഇപ്പോ മിനിസ്റ്റർ ഇപ്പോൾ ഇവിടെ കളക്ടറുമായി നടത്തിയ സംഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് റെയിൽവേയുടെ ഒരു സൂപ്പർവിഷനും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് ഈ വിഷയത്തിന് ശേഷം നമ്മൾ അഡ്രസ് ചെയ്യേണ്ട കാര്യമായതുകൊണ്ടാണ് നമ്മളത് പറയാത്തത്. നോട്ടീസിൽ പറഞ്ഞു 7 ദിവസത്തിനുള്ളിൽ അടിയന്തരമായി പൂർത്തിയാക്കണം, എന്നിട്ടും അവരുടെ ഭാഗത്തു നടപടി ഇല്ല. അതിനുശേഷം ഒരുപാട് തവണ റെയിൽവേയുടെ ഹയർ അതോറിറ്റീസുമായി നിരന്തരം നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ് ആ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം അവർ ചെയ്തത്. പരിധി ടണൽ മൊത്തം പരിധിയും റെയിൽവേ ഭൂമിയിലാണ്. അതെ, മുഴുവൻ റെയിൽവേ ഭൂമിയിലാണുള്ളത്. ഇതിന് മുൻപ് ഇത്തരം തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു റെയിൽവേ? നേരത്തെ നമ്മുടെ ബഹുമാന്യനായ വട്ടിയൂർക്കാവ് MLA ശ്രീ VK പ്രശാന്ത് അദ്ദേഹം മേയറായിരുന്ന സമയത്ത് നഗരസഭ ഇത് ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ നഗരസഭയ്ക്കെതിരെ ഒരു കേസ് എടുക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് മുൻപ്. നഗരസഭ ഈ ഭൂമിയിൽ ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ കേസെടുത്തു. നമ്മള് ഇതിനകത്ത് നമ്മുടെ ജീവനക്കാർ പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ട് അന്നൊരു തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് സ്വാഭാവികമായിട്ടും അതൊരു ഒരു സംസാരത്തിന്റെ ഭാഗമായപ്പോൾ പിന്നെ ഒഴിവായി പോയതാണ്. അന്ന് ഇതിനകത്ത് വൃത്തിയാക്കാൻ വേണ്ടി ശുചീകരണ ജീവനക്കാരടക്കം വരുന്ന സമയത്ത് ഇത് പരിശോധിക്കാൻ വേണ്ടി ജീവനക്കാർ വരുന്ന സമയത്ത് റെയിൽവേയുമായിട്ട് അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മളിപ്പോൾ നിരന്തരം റെയിൽവേയുമായി ബഹുമാന്യനായ മന്ത്രി തന്നെ യോഗം ചേർന്നു. അതുപോലെ തന്നെ നഗരസഭയിൽ ചേർന്ന യോഗം, കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം, അതിന്റെയൊക്കെ ഭാഗമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം കൂടി വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. മന്ത്രി ഗുരുതരമായ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഡിവിഷൻ ഓഫീസിൽ നിന്ന് ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള കാര്യം. മേയറെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, ഞാൻ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അവരുടെ എഞ്ചിനീയേഴ്സ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. നമ്മൾ റെയിൽവേയുമായി കോൺടാക്ട് ചെയ്യുന്ന വ്യക്തിയെ ഞാൻ രാവിലെ അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹം അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്തപ്പോൾ ഇവിടെ അവരുടെ എഞ്ചിനീയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു ഒരു നമ്പർ അയച്ചു തന്നു. നഗരസഭയാണ് JCB അറേഞ്ച് ചെയ്ത ലോറി വന്നത്. നഗരസഭ വന്നതിന് ശേഷമാണ് മാലിന്യം നടത്തിയത്. അല്ല, നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ മറ്റൊരു വകുപ്പാണെന്ന് പറഞ്ഞ് പഴിചാരാനുള്ള ഒരു സമയമല്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ബോധ്യം. കാരണം അത് നമ്മുടെ ഉത്തരവാദിത്തത്തിന് പുറത്തുള്ള കാര്യമാണെങ്കിൽ പോലും ഒരു ജീവനാണ്, അതിന് അത്രയും വിലയുണ്ട്. എന്തൊക്കെ കാര്യം പറഞ്ഞാലും അതിന് അത്രയും വിലയുണ്ട്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാധാന്യം അതായിരുന്നു. അതായത് ഇതാണ് മേയറുടെ ഇക്കാര്യത്തിലെ കാര്യം. അതായത് മന്ത്രി അടക്കം പറഞ്ഞിരുന്നു റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയൊക്കെ ഇൻസ്പെക്ഷൻ എത്തിയില്ല, അതല്ലെങ്കിൽ സന്ദർശിച്ചില്ല. മേയർ അത് അക്കാര്യത്തിൽ വളരെ മാതൃകാപരമായ നിലപാട്. എന്തുമാകട്ടെ, അപ്പോൾ നമ്മുടെ നഗരസഭ സ്വാഭാവികമായിട്ടും അതിന് ഉത്തരവാദികൾ കൂടിയാണ്. കാരണം ആ മെഷീനറി ഉപയോഗിച്ചുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് ഒരു അപകട സമയത്ത്. ഏതായാലും ആ രീതിയിലുള്ള പ്രതികരണം ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയിരിക്കുന്നു. ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായിട്ടുള്ള ശുചീകരണ തൊഴിലാളി ജോയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ നടക്കുകയാണ്. 6 മണിക്കൂറിനോട് അടുക്കുന്നു. ഇപ്പോഴും ജോയിയെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. നമുക്ക് അതിഥികളായ ശ്രീ SN രഘുചന്ദ്രൻ നായർ, തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ് നമ്മളോടൊപ്പമുണ്ട്. ആക്കുളം സുരേഷ് ഉള്ളത്, കോൺഗ്രസ് കൗൺസിലർ, നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ശ്രീ രഘുചന്ദ്രൻ നായർ, ഇപ്പോൾ ഇത് സത്യത്തിൽ റെയിൽവേയും നഗരസഭയും തമ്മിലുള്ളൊരു തർക്കമായി മാറിയിട്ടുണ്ട്. റെയിൽവേക്ക് പലതവണ നഗരസഭ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഈ സാധാരണ നിലയിൽ നീക്കം ചെയ്യേണ്ട മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അവിടെ ശുചീകരണം നടത്തണമെന്നുള്ളതും. അതിനൊന്നും റെയിൽവേ ചെവിക്കൊണ്ടില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രശ്നങ്ങളായിരിക്കുന്നു. ഈ അവസാന നിമിഷത്തിലാണ് ഈ കാര്യത്തിൽ റെയിൽവേ എന്തെങ്കിലും ഒരു നടപടിയിലേക്കൊക്കെ ഇറങ്ങിയതെന്നാണ്. നഗരസഭയ്ക്ക് ഒരു ഉത്തരവാദിത്വമില്ല ഈ കാര്യത്തിൽ എന്നാണോ താങ്കളും കരുതുന്നത്, ശ്രീ SN രഘുചന്ദ്രൻ നായർ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴേക്കും പ്രശ്നങ്ങൾ വരുമ്പം പലരുടെയും പുറത്ത് പോയി പഴിചാറിയിട്ട് യാതൊരു കാര്യമില്ല. ചേംബർ ഓഫ് കോമേഴ്സിന് മെയ് മാസം 22-ാം തീയതി CM-ന് കത്ത് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഫ്ലഡിംഗ് പ്രോബ്ലം ഭയങ്കര രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ്. 2015 ഓപ്പറേഷൻ അനന്ത 30 കിലോമീറ്റർ കംപ്ലീറ്റ് ഡീസിൽറ്റ് ചെയ്ത് ഓട വലുതാക്കി എല്ലാം മാറ്റം വരുത്തിയിട്ട് 9 വർഷം കഴിഞ്ഞ് ആ 9 വർഷത്തിനകത്ത് പിന്നെ നമ്മൾ വേറൊരു ആക്ടിവിറ്റി ചെയ്ത്. അപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് പറഞ്ഞു, ഒരു തലസ്ഥാന നഗരമായ സ്ഥിതിക്ക് ചീഫ് സെക്രട്ടറി കീഴിൽ തന്നെ ഒരു ഹൈ പവർ കമ്മിറ്റി വെച്ചിട്ട് ഇത് മോണിറ്റർ ചെയ്യണം. കാരണം ഇത് ഒരു ഡിസ്ട്രിക്ട് കളക്ടറുടെ കയ്യിലോ കോർപ്പറേഷന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അപ്പം അത് വരുമ്പോൾ കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ്, കോർപ്പറേഷൻ, PWD, ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ എല്ലാം കൂടെ വന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും വലിയ ജോലി. അന്ന് ശ്രീ ജിജി തോമസൻ അന്ന് ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ശ്രീ ബിജു പ്രഭാകരൻ അന്ന് ഡിസ്ട്രിക്ട് കളക്ടർ, അന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാരായിരുന്നു. അന്ന് അവർ ആ കോർഡിനേറ്റഡ് എഫർട്ട് എടുത്തുകൊണ്ടാണ് അന്ന് ഈ നമ്മൾ എത്രയോ വർഷമായിട്ട് നമ്മളെ ഫ്ലഡ് അങ്ങ് നിന്നു. നമ്മളെ ഫ്ലഡിങ് അങ്ങ് നിന്ന് 4-5 വർഷം ഫ്ലഡിങ്ങേ ഇല്ലായിരുന്നു. പിന്നെ ഇതിനകത്ത് ആരും ഫോളോ അപ്പ് ചെയ്യത്തില്ലാണ്. നമ്മളിപ്പോ പ്രശ്നം ഇപ്പൊ വെറുതെ നമ്മൾ റെയിൽവേയുടെ അടിയിൽ കൂടെ ടണൽ, അന്നും റെയിൽവേയുടെ അടിയിൽ കൂടെ ടണൽ എത്ര ദൂരം, 150 മീറ്റർ, 30 കിലോമീറ്റർ കിടക്കുന്ന 150 മീറ്റർ ആണ് റെയിൽവേയുടെ ടണൽ കിടക്കുന്നത്. തീർച്ചയായിട്ടും റെയിൽവേയുടെ ടണലിന്റെ അടിയിൽ ക്ലീനിങ് ഓപ്പറേഷൻ, റെഗുലർ ക്ലീനിങ് വേണം. അത് കോർപ്പറേഷൻ കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കാര്യമില്ല, കത്ത് കൊടുത്താൽ കാര്യം കഴിയുമോ? അപ്പൊ അതിന്റെ പുറമെ നമ്മൾ നിന്ന് കാര്യങ്ങൾ നടത്തും. മഴ നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ മാസം ആകുമ്പോൾ മഴ വരും.
ആ മഴയ്ക്ക് മുമ്പ് കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ ചെയ്യേണ്ട കാര്യം നമ്മൾ മുൻകൂട്ടി ചെയ്യണ്ടേ. ഇപ്പൊ ഇവിടെ എന്താ പറ്റുന്ന പറഞ്ഞാൽ ഇതിനകത്ത് പല ഡിപ്പാർട്ട്മെന്റ്സ് നാദില്ലാത്ത ഒരു പരിപാടിയാണ്. കാര്യം ആർക്കും ഉത്തരവാദിത്വമില്ല. കോർപ്പറേഷൻ പറയുന്നത് PW ആണ്, PW പറയും റെയിൽവേ ആണ്. ഇങ്ങനെ മാറി മാറി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവരും കൂടെ ഒത്ത് ശ്രമിച്ചാൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ചീഫ് സെക്രട്ടറി കീഴിൽ തന്നെ പോകണം. കാര്യം അന്ന് ചീഫ് സെക്രട്ടറി ശ്രീ ജിജി തോമസൺ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ കാര്യം നടന്നത്. അന്ന് ഇതിന് കളക്ടറെയും കൂടെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ കാര്യം എടുക്കാൻ പറ്റിയത്. അപ്പൊ ഇതിൽ എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് ആരാ ശരി ആരാ തെറ്റിന് പകരം നമുക്കിപ്പോ ഇതൊരു ഒരാളുടെ ജീവനോടെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാൻ പറ്റുന്നത് 100% ആയിട്ട് ഇതിനകത്ത് ഈ ഒരു സാഹചര്യം വെച്ചിട്ടെങ്കിലും ഗവൺമെന്റ് ഹൈ പവർ കമ്മിറ്റി ചീഫ് സെക്രട്ടറി വെച്ച് മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെയും ഇതുപോലെ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ല ശ്രീ രഘുചന്ദ്രൻ, താങ്കൾ പറയുന്നത് ഇതിപ്പോൾ ഈ ഒരു 150 മീറ്റർ ഈ റെയിൽവേയുടെ കീഴിലുള്ള ടണലിന്റെ മാത്രം പ്രശ്നമല്ല, തിരുവനന്തപുരം നഗരത്തിൽ ആകെയുള്ള ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇപ്പൊ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ അനന്ത തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി തുടങ്ങിയതാണ്. അതിന്റെ 2ാം ഘട്ടത്തിലൊന്നും ഒരു നിർജീവാവസ്ഥയിലായിരുന്നു. വീണ്ടും ഫണ്ട് അനുവദിക്കുകയോ അത് മുന്നോട്ട് പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പദ്ധതി വരുന്നു, ആ പദ്ധതി ലക്ഷ്യം കാണുന്നതിന് മുമ്പ് തന്നെ അത് തടസ്സപ്പെടുന്നു. വീണ്ടും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ബ്ലെയിം ഗെയിം നടത്തുന്നു. അപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അല്ലെ? അന്ന് 60 കോടി രൂപ മുടക്കിയാണ് ഇത് ചെയ്തത്. 30 കിലോമീറ്റർ ആണ്. ഇപ്പോഴും നമ്മൾ കാണുന്നത് എന്താ, ഞങ്ങളുടെ ഈ സിറ്റിക്കകത്ത് നമ്മൾ കാണുന്ന മഴ വരുന്ന മുമ്പ് ഓടയെ കംപ്ലീറ്റ് ഡീസിൽറ്റ് ചെയ്ത് ഓടയുടെ സൈഡിൽ വാരിയിടും. അപ്പോഴേ മഴ വരുമ്പോൾ ഈ വാരിയിട്ട സാധനം തന്നെ തിരിച്ച് ഓടയ്ക്കകത്ത് പോകും. അപ്പൊ ഇതിനൊരു സിസ്റ്റം, ഒരു കൺസേർട്ടഡ് എഫേർട്ട് ഇല്ല. നമുക്ക് ആർക്കും ഓണർഷിപ്പ് ഇല്ലാണ്. ഈ ഓണർഷിപ്പ് ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഇതിന് ഒരു ഹൈ പവർ കമ്മിറ്റി, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആറ്റുകാൽ പൊങ്കാല വരുമ്പോ ഇത്രയും ഹൈ പവർ കമ്മിറ്റി ഉണ്ടായിട്ട് നമ്മള് ഒരു ദിവസം വൈകിട്ട് 6 മണി മുതൽ പിറ്റേ ദിവസം 6 മണിയാകുമ്പോൾ കംപ്ലീറ്റ് റോഡ് ക്ലീൻ ചെയ്ത് എങ്ങനെ വൃത്തിയാക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അപ്പൊ ആ കഴിവ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും നമുക്ക് കഴിവുണ്ട്. പക്ഷെ ഇത് ഏജൻസീസ് എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് പോകണമെങ്കിൽ ചീഫ് സെക്രട്ടറി ലെവലിൽ ഒരാളുണ്ടായി ഓപ്പറേഷൻ അനന്ത phase 2 ഉണ്ടായേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുന്നു, ഇന്ന് ഇപ്പൊ ഇത് നമ്മൾ ഇത്രയും ബഹളം കണ്ടു, പ്രശ്നങ്ങളായി, അത് കഴിഞ്ഞതെല്ലാം മറക്കും. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചാൾ കഴിയുമ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആൾക്കാർ പിന്നെയും വരും. ഇങ്ങനെ പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് 100% ഇതിനൊരു ഓപ്പറേഷൻ അനന്ത phase 2 ഉണ്ടായേ പറ്റുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ എസ് രഘുചന്ദ്രൻ നായർ, താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് ഈവനിംഗ് തുടരുന്നു. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ ശ്രീ ആക്കുളം സുരേഷ് നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ആക്കുളം സുരേഷ്, നേരത്തെ മേയർ പറഞ്ഞത് ഇത് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വന്ന അനാസ്ഥയാണ്. മാത്രമല്ല നഗരസഭ പല ആവർത്തി ഇക്കാര്യങ്ങളിലൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടും റെയിൽവേ വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തിയില്ല. ഈ നഗരത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലെ മാലിന്യം നീക്കുമെന്ന കാര്യത്തിൽ നഗരസഭ കാര്യമായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ്. ഇതിപ്പോൾ പൂർണ്ണമായും ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയും അനാസ്ഥയുമാണോ ഇങ്ങനെ ഒരു ദുരന്തത്തിനിട വെച്ചത്? ശ്രീ ആക്കുളം സുരേഷ്. നഗരം ശുചിയാക്കുന്ന കാര്യത്തിൽ തിരുവനന്തപുരം നഗരസഭ അമ്പേ പരാജയമാണെന്ന് ഒട്ടനവധി തവണ തെളിയിച്ചതാണ്. പക്ഷെ അത് സമ്മതിക്കുവാനുള്ള ഇച്ഛാശക്തി ഈ ഭരണസമിതിക്കില്ല. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ 100 വാർഡുകളുള്ള നഗരം വൃത്തിയാക്കുന്നതിന് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ളത് കേവലം ഒരു JCB ആണ്. അത് ഒരു മാസത്തിൽ 15 ദിവസവും വർക്ക്ഷോപ്പിലാണ്. അതുപോലെ തന്നെ ഒരു ഇറ്റാച്ചി ഉണ്ട്, അതിന് ഓടിക്കാൻ ഡ്രൈവറില്ല. അപ്പോൾ 100 വാർഡുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി നഗരസഭയ്ക്ക് യാതൊരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ശ്രീ ജോയിക്ക് പറ്റിയ അപകടം നഗരസഭയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൽ നിന്ന് നഗരസഭയ്ക്ക് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. CPMന്റെ സ്ഥിരം ശൈലിയാണ് എന്തെങ്കിലും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കുക എന്നുള്ളത് CPMന്റെ ഒരു പതിവ് ശൈലിയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൂമ്പാരം ഇന്നും ഇന്നലെയും ഒരു 2-3 ദിവസം കൊണ്ട് വന്ന കൂമ്പാരമല്ല. ഇത് ദിവസങ്ങളോളം പല ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന ഈ മാലിന്യം കൃത്യസമയത്ത് തന്നെ മാറ്റുവാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ല എന്നത് വളരെ ലജ്ജാകരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്ക് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ സ്കൂബ ടീമിനെ അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടെ ചെയ്യേണ്ടത് ഇതൊരു സ്ഥിരം പ്രോസസ്സ് ആവണം. ഇത് മഴക്കാലം വരുമ്പോൾ മാത്രം വൃത്തിയാക്കുവാനുള്ള ഒരു ഏർപ്പാടിൽ നിന്നും മാറി സ്ഥിരമായി ത്രൂ ഔട്ട് ദി ഇയർ 365 ദിവസവും ഈ ആമയിഴഞ്ചാൻ തോടും അതുപോലെ തന്നെ പാർവതി പുത്തനാരും തെക്കനക്കര കനാലുമൊക്കെ വൃത്തിയാക്കുവാനുള്ളൊരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നഗരത്തെ
മാലിന്യ കൂമ്പാരത്തിൽ നിന്നും അതുപോലെ തന്നെ ഈ മലിനമായ ഈ തോടുകളിൽ നിന്നുമൊക്കെ നമുക്ക് രക്ഷ നേടാൻ കഴിയണമെങ്കിൽ നിരന്തരമായ ഒരു ക്ലീനിങ് ഈ നഗരസഭ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ ആക്കുളം സുരേഷ്, താങ്കൾ ഈ അഭിപ്രായം പറയാൻ എത്തിയതിന്. തിരുവനന്തപുരത്ത് കാണാതായ ശുചീകരണ തൊഴിലാളി മാരായമുട്ടം സ്വദേശി 42 വയസ്സുകാരനായ ജോയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു. അങ്ങേയറ്റം പ്രയാസം നിറഞ്ഞ ഒരു രക്ഷാദൗത്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോടിൽ നടക്കുന്നത്. അവിടെ സ്കൂബ ഡൈവേഴ്സ് എത്തി നേരത്തെ തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ മാലിന്യ കൂമ്പാരം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് 180 മീറ്റർ നീളമുള്ള ടണലിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ആ മാലിന്യ കൂമ്പാരത്തിൽ വലിയൊരു ഭാഗം നീക്കം ചെയ്ത ശേഷം ഇപ്പോൾ സ്കൂബ ഡൈവേഴ്സ് വീണ്ടും ഇവിടെ എവിടെയെങ്കിലും ജോയിയുടെ ശരീരം കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഏതായാലും 6-6.5 മണിക്കൂറോളം നീണ്ട രക്ഷാദൗത്യത്തിനൊടുവിലും മാരായമുട്ടം സ്വദേശി ജോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സൂചന നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമ്മളോടൊപ്പം ചേരുന്നു സലീം മാലിക്. സലീം, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഗോപി, ഈ രക്ഷാപ്രവർത്തനം അതിന്റെ 7ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. അഗ്നിരക്ഷാ സേനയും ഒപ്പം തന്നെ നഗരസഭയും ഒക്കെ അതിന്റെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുള്ള അപ്പോഴും ഈ വെളിച്ചക്കുറവ്, അല്പസമയത്തിനകം തന്നെ വെളിച്ചം പോകുമെന്നുള്ള ഒരു വലിയ പ്രതിസന്ധി അഗ്നിരക്ഷാ സേനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 6:30 പരിശോധന, മുങ്ങിയുള്ള തുടർ പരിശോധന ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ പരമാവധി ഈ ജോയിയെ കണ്ടെത്താനുള്ള ശ്രമമാണ് അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പരമാവധി ഈ മുങ്ങൽ വിദഗ്ധർ പരമാവധി ഈ ടണലിന്റെ ഒരു ഭാഗം വരെ പോയി അവിടെ തുടർന്ന് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത വിധം ഈ മാലിന്യം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ജോയിയെ കണ്ടെത്താൻ കഴിയാതെ അവർ തിരികെ വന്നു. അതിനുശേഷം ഈ ടണലിന്റെ മറ്റൊരു വശത്ത്, 2ാമത്തെ വശത്ത് പോയി അവിടെ ഏതെങ്കിലും തരത്തിൽ പരിശോധന സാധ്യമാണോ എന്നൊരു അന്വേഷണത്തിലാണ് ഇപ്പോൾ അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ, മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ തിരച്ചിൽ നടക്കുന്നതിന്റെ നേരെ വിപരീത വശത്ത് പോയി അവിടെ നിന്നും അത്തരത്തിലൊരു മുങ്ങൽ രക്ഷാ ദൗത്യം നടത്താൻ കഴിയുമോ എന്നുള്ള ഒരു പരിശോധന നടത്തുകയാണ്. അതും 6:30 മുൻപ് തന്നെ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതല്ല, ഈ സമയം കഴിഞ്ഞു പോയാൽ, 6:30 കഴിഞ്ഞു പോയാൽ പിന്നീട് വെളിച്ചക്കുറവ് മൂലം ഈ മുങ്ങൽ നടക്കില്ല. അതിനപ്പുറത്തേക്ക് പിന്നീട് മാലിന്യം നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധന മാത്രമേ നടക്കൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. ഇവിടെ ലൈറ്റുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. രാത്രിയിലും പരിശോധന നടത്താനായി നഗരസഭയുടേതായി ഏർപ്പെടുത്തി